ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നോക്കാൻ പോകുന്നത് ഏഞ്ചലിൻ്റെ മെസ്സേജ്, മദർ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന മദർ യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. നിങ്ങളോട് എന്താണ് മദർ യൂണിവേഴ്സിന് പറയാനുള്ളത്? ഓക്കെ, please guide me mother universe, please guide me, please guide me mother universe, please guide me, please guide me mother universe. എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ കൊടുക്കുന്ന മെസ്സേജ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ സംബന്ധിച്ച് കൊടുക്കുന്ന മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ സംബന്ധിച്ച് കൊടുക്കുന്ന മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ പേഴ്സൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് നൽകുന്ന മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, നിലവിലെ അവസ്ഥയ്ക്ക് നൽകുന്ന മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് നൽകുന്ന മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, please guide me universe, please guide me. Thank you mother universe, please, thank you. കാണുന്നുണ്ടോ? ഹായ്, ഹലോ, ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏഞ്ചൽ ബ്ലെസ്സിങ് ആണ്. മദർ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് ഏഞ്ചൽ വിഷ്ഡം കാർഡ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ 4 ഓഫ് പെൻഡിക്കിൾ, 5 ഓഫ് സോർഡ്, 3 ഓഫ് കപ്പ്, 9 ഓഫ് കപ്പ്, 2 of cup, release, 3 of sword. വന്നിരിക്കുന്ന നമ്പറുകൾ 4, 15, 2, 6, 3, 19, 30, 9, 19, 1, 5. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് M, I, R, P, U, A, Z, S. ഈ നമ്പേഴ്സോ ഈ ലെറ്റേഴ്സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ന്യൂമറോളജി നമ്പർ വന്നിരിക്കുന്നത് 4, 6, 2, 3, 1, 9, 5. കളേഴ്സ് ഇവിടെ പറയുന്നില്ല, എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട്. 4 നമ്പർ രാഹു ആണ്, നെഗറ്റീവ് സണ്ണാണ്. നല്ല സ്ട്രഗിളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ് അവർ. തടസ്സങ്ങളാണ് ഇവർക്ക് കൂടുതലും. ശരീരത്തിന് വേദനയും അസുഖങ്ങളുമായിട്ടുള്ള പല പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അടുത്തത് 6 നമ്പറാണ്, വീനസ് ആണ്. ലക്ഷറി ആൾക്കാരാണ്. ഫാമിലിയുമായിട്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഫാമിലി എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും പ്രധാനമായിരിക്കും. നല്ല സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അടുത്തത് നമ്പർ 2 ആണ്, മൂണാണ്. അപ്പ് ആൻഡ് ഡൗണ്. ചില സമയങ്ങളിൽ അവർ ഇമോഷണലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അടുത്തത് 3 നമ്പറാണ്, ജൂപ്പിറ്റർ.
ഗുരുവാണ്, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്, എങ്കിലും നല്ല അലസന്മാരാണ്, അല്ലെങ്കിൽ ഡീപ്പ് ഇമോഷണലായിട്ട് എപ്പോഴും ഡീപ്പ് ഡിപ്രഷൻ എന്തിനും ഏതിനും അവർക്ക് വിഷമമാണ് എല്ലാത്തിനും. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. അടുത്തത് 5 നമ്പറാണ് ബുധൻ. ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണ്. പോസിറ്റീവ് കാര്യങ്ങളും ഈ ലോകത്തുള്ള എല്ലാ അറിവിനെക്കുറിച്ചും ഏകദേശമുള്ള എല്ലാ അറിവുകളും ഈ വ്യക്തികളിൽ കാണും. പക്ഷേ അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഉപയോഗത്തിന് വേണ്ടി അവർ യൂസ് ചെയ്യത്തില്ല. വല്ലവരുമായിട്ട് തർക്കിക്കാൻ എടുക്കാൻ അവരുടെ അറിവ് അങ്ങനെയൊക്കെയാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് താഴ്ത്തി കെട്ടി ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. കാരണം അവർക്ക് എപ്പോഴും ജയിച്ച് നിൽക്കണം, ഒന്നാം സ്ഥാനത്ത് നിൽക്കണം. അതുപോലെ ഈ 5-നും 1-നും ഒക്കെ ഒരേ സ്വഭാവങ്ങളായിരിക്കും. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം. ഏഞ്ചൽ മെസ്സേജ് വരുന്നത്, നിങ്ങളുടെ വരുമാനം, സാമ്പത്തിക ഭദ്രത, സമ്പത്തുകൾ എല്ലാം, സമ്പത്താകുമ്പോൾ എല്ലാ വിലപിടിപ്പുള്ള കാര്യങ്ങളും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പല വ്യക്തികളും നിങ്ങളുടെ മുമ്പിൽ സമാധാനവും കെലുവിനത്വവും വിശ്വാസവും ഒക്കെ അർപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ വരും. പക്ഷെ നിങ്ങൾ അവരുടെ ഒരു സൈഡ് മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ. കാരണം അവരിപ്പം ഈ ചിത്രത്തെ തന്നെ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവർ ഇട്ടിരിക്കുന്നത് ഗ്രീൻ കളറാണ്. സമാധാനത്തിൻ്റെയും കുലീനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഗ്രീൻ കളറ്. അപ്പം അവരത് ഇട്ടിരിക്കുന്നെങ്കിലും അവരുടെ പുറകു വശത്ത് അവരുടെ യഥാർത്ഥ രൂപം മറഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ മുമ്പിലാണ് അവർ ഇത്രയും ഭയങ്കര നേച്ചറും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നത്. അവരുടെ യഥാർത്ഥ മുഖം അവർ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഒരു പാവം പോലെ മുഖമൊക്കെ ഒന്ന് കുനിച്ച് വെച്ചെന്ന് മുഖത്ത് പോലും ഒന്ന് നേരെ ചൊവ്വേ നോക്കാത്ത ആ ഒരു സ്വഭാവത്തിൽ ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കാറുണ്ട്. പക്ഷെ നിങ്ങളതൊന്നും അറിയത്തില്ല, നിങ്ങളവരെ വിശ്വസിക്കും. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾ ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും നിങ്ങൾ തീരുമാനം എടുക്കരുത് എന്ന് യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ആരെങ്കിലും, ഈ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളിപ്പോൾ ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലും ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഇമോഷനിൽ നിന്നും വിട്ടുമാറി കുറച്ച് റിലാക്സ് ചെയ്ത് വേണം നിങ്ങൾ അതിന് തീരുമാനങ്ങൾ എടുക്കാൻ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളിൽ കൂടിയും ചിന്തിച്ച് വേണം തീരുമാനം എടുക്കാനെന്ന് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു. അവസരവും സമയവും നമ്മളെ കാത്തു നിൽക്കാറില്ല. അവസരം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിരിക്കാം, സമയവും നമുക്ക് കാത്തു നിൽക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്ത് കളയരുത്. എന്തിൻ്റെയെങ്കിലും പേരിൽ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതങ്ങനെ പാടില്ല എന്നാണ് യൂണിവേഴ്സ് മെസ്സേജ് നൽകുന്നത്. നമ്മളിവിടെ ആക്കിയിരിക്കുന്നത് നമ്മുടെ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാനാണ്, നമ്മുടെ കർമ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. അപ്പം അതിലൊന്നും ചെയ്യാതെ നമ്മളെപ്പോഴും അലക്ഷ്യമായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലെസ്സിങ്ങും നമ്മുടെ ലൈഫിൽ കിട്ടത്തില്ല. നിങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിയുന്ന വ്യക്തികളായിരിക്കണം. അല്ലാതെ നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്ന ആരൊക്കെയാണ്, ഏത് തരം ആൾക്കാരാണ് എന്നൊന്നും അറിയാതെ നമ്മുടെ കാശ് അല്ലെങ്കിൽ നമ്മുടെ സമയം, നമ്മുടെ ലൈഫിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കരുത്. കാരണം അത് നമുക്ക് ദോഷം ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് ഏത് തരം എനർജിയാണ്, ഏത് തരം സോളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമുക്ക് നല്ല സോളാണോ അതോ നമ്മളെ ചതിക്കാൻ വന്നിരിക്കുന്ന ഡബിളാണോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് യൂണിവേഴ്സ് മദർ പറയുന്നത്. അടുത്തത് ദ 5 ഓഫ് സോഡാണ്. നിങ്ങളുടെ ബുദ്ധിയില്ലാത്ത തിരഞ്ഞെടുപ്പുകൾ നിങ്ങളെ വേദനയിലാക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ നിങ്ങളേതെങ്കിലും കൂട്ടുകെട്ടുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ബുദ്ധിപൂർവമല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമല്ല, എടുത്ത ചാട്ടത്തിൽ കൂടി പുറമേയുള്ള എന്തെങ്കിലും കണ്ടിട്ട് എടുത്ത് ചാടിയ തീരുമാനമാണെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ആലോചിച്ച് വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കാനെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ സംശയിക്കുന്നവരും നിങ്ങളുടെ വളർച്ചയിൽ കറുത്ത കണ്ണുകളുള്ളവർ, നിങ്ങളുടെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ചില സമയത്ത് നിങ്ങളുടെ കൂടെ കാണുമായിരിക്കും. എല്ലാ കാര്യത്തിനും കൂടെ കാണുമെങ്കിലും പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവരൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ വളർച്ചയിലെ കാര്യങ്ങളൊന്നും അവരിഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ നിങ്ങൾ പോലും അറിയാതെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ ചതിക്കുന്നു എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ കൂട്ടുകാരിലായാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലായിരുന്നാലും നിങ്ങളെ പൈസ മൊത്തം അപഹരിക്കുന്നുണ്ട്, നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ ഗ്രോത്ത് നശിപ്പിക്കുന്നു, നിങ്ങളുടെ ബിസിനസ് നശിപ്പിക്കുന്നു, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നശിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളെ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുക. അവരിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. എല്ലാവിധ അഡിക്ഷനിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആ ചിത്രം തന്നെ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കാർഡ് ഇങ്ങനെ പറത്തി വിടുന്നതായിട്ട് കാണാം. അത് ചീട്ടാണ്, കാർഡാണ്. സെയിം കാർഡ് തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്നത് ആ കാർഡ് വെച്ചായിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്ക് അത് രൂപങ്ങൾ മാറി ഇതുപോലെയുള്ള പല രൂപങ്ങളായിട്ട് വന്നിരുന്നു. ടാരോ റീഡിന് ഉപയോഗിച്ചിരുന്ന കാർഡുകളാണ് ഇന്ന് പലരും കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഏത് തന്നെ ആയിരുന്നാലും, ടാരോ റീഡ് ആയിരുന്നാലും മറ്റേതെങ്കിലും കാർഡ് ആയിരുന്നാലും യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുകയാണ് അതിൽ നിന്നെല്ലാം മുക്തമാകുക. അതിൽ അഡിക്ഷനായി കിടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ആവശ്യത്തിനാകാം. ആവശ്യത്തിലധികമായാൽ നമ്മളെ മാനസിക നില തന്നെ തകരാറിലാകും. എൻ്റെ ഇൻറ്റ്യൂഷനിൽ ഞാൻ പറയുന്നത് രാവിലെ മുതൽ, കാരണം കണ്ണ് തുറന്നാൽ മുതൽ ഇതുപോലെ ടാരോ റീഡിന് അഡിക്റ്റായി കിടക്കുന്നവരുണ്ട്. അവർ എപ്പോഴും അതിൽ തന്നെ ആയിരിക്കും. രാവിലെ ഉറങ്ങുന്ന സമയം പോലും അതിൽ നോക്കിക്കിടന്ന് ഉറങ്ങുന്ന വ്യക്തികൾ പോലും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇത് ആരോട്ടെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മെസ്സേജ് ഇതിന് മുന്നേ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കതിൻ്റെ മെസ്സേജ് ഇതിന് മുന്നേ യൂണിവേഴ്സ് എന്നിൽ കൂടി തന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാർഡ് ഞാൻ പുതിയതായിട്ട് എടുത്ത കാർഡാണ്. ഇതിപ്പം വന്നിട്ട് ഞാനിത് പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസായിട്ട് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ കാർഡ് എടുത്തപ്പോഴും അതേ മെസ്സേജ് തന്നെയാണ് അതിൽ കാണുന്നത്. എനിക്ക് തന്ന ഇൻറ്റ്യൂഷൻ തന്നെയാണ് കാർഡ്. ഇപ്പോൾ ടാരോ റീഡിനോ മറ്റെന്തെങ്കിലും കാർഡിനോ അഡിക്റ്റായി കിടക്കുന്ന വ്യക്തികൾ അതിൽ നിന്നെല്ലാം റിലീസ് ആവുന്നതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായും മാറ്റുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്ത് കാര്യത്തിനും നല്ലത്. ഒന്നിനും അഡിക്റ്റ് ആവാതിരിക്കുക. ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ, നമ്മുടെ ആരോഗ്യം ഇതൊന്നും നഷ്ടമാക്കി കളയാതിരിക്കുക. ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഒരു 2-3 പേര് വന്ന് മെസ്സേജ് പറഞ്ഞ് കാർഡിലുള്ളത് മാത്രം സംസാരിച്ച് പൊക്കൂടെ ഇങ്ങനെ കിടന്ന് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തരുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ ഇത് എനിക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഇൻറ്റ്യൂഷൻ്റെ ഇതായിട്ട് വരുന്നതാണ്. ഓട്ടോമാറ്റിക്കലി ഞാൻ സംസാരിച്ച് പോകുന്നതാണ്. ഞാൻ പോലും പിന്നീട് റീഡിങ് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞാൻ അറിയുന്നത്. ഞാൻ റീഡിങ് കേൾക്കുന്നത് നിങ്ങൾക്കൊപ്പം തന്നെയാണ്. ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് റീഡിങ് കേൾക്കുന്നത്, ഫുള്ളായിട്ട് കേൾക്കുന്നത്. ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചതിൽ സൗണ്ടൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നതല്ലാതെ ഫുള്ള് റീഡ് ഞാൻ കേൾക്കുന്നത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാനത് കേൾക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഹാപ്പിയാണ്, ആഘോഷമാണ്. എന്തെങ്കിലും വിവാഹ സംബന്ധമായിട്ടുള്ള എൻഗേജ്മെൻറ്റോ പാർട്ടിയോ മറ്റോ നടക്കുന്നുണ്ടായിരിക്കാം. ആരുടെയെങ്കിലും ഫെർട്ടിലിറ്റി നടക്കുന്നുണ്ടായിരിക്കും. ഇത് ആർക്കെങ്കിലും റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീട്ടിലിപ്പോൾ വളർത്തുമൃഗമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ വീട്ടിലെ അംഗം തന്നെയാണ്. അപ്പം ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം.
അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും നല്ല മാർക്ക് കിട്ടിയതിൻ്റെ അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഉള്ള ആഘോഷങ്ങൾ, ഒരു ആഘോഷമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ കാർഡ് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മാലാഖമാരോടുകൂടി ഡാൻസ് ചെയ്യുന്ന ആളിനെ കാണാം. ഈ എനർജി ആർക്കാണ് പിക്കാവുന്നതെന്ന് അറിയത്തില്ല. യൂണിവേഴ്സ് പറയുകയാണ്, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങളുടെ ലൈഫിലുണ്ടായ സന്തോഷ നിമിഷങ്ങൾക്ക്, കഴിഞ്ഞുപോയ നിമിഷങ്ങളാണെങ്കിൽ ശരി തന്നെ, ആ നിമിഷങ്ങളെ ഓർത്ത് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള എല്ലാ നിമിഷങ്ങൾക്കും നിങ്ങൾ എന്നും നിങ്ങൾ കിടക്കുന്ന സമയത്തും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ടാരോ റീഡല്ല നോക്കേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. യൂണിവേഴ്സൽ മദറിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഏഞ്ചൽ പറയുന്ന മെസ്സേജ് ഇതാണ്: നിങ്ങൾ സമൂഹത്തിലുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ നിൽക്കുന്നു, എന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ നിങ്ങൾ കാണുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇതാണ്: നിങ്ങളുടെ കുടം കാലിയാക്കി വെച്ചിട്ട്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കുടം കാലിയാക്കി വെച്ചിട്ട് നിങ്ങൾ വെള്ളം കോരി പറമ്പിലൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പാടില്ല. നിങ്ങളുടെ വീട്ടിലെ കുടം ആദ്യം നിറയട്ടെ, അവിടെ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് ആ വെള്ളം ആ പറമ്പിലോട്ട് പോകട്ടെ. ഓക്കെ, യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ്. നിങ്ങൾ കൂടെയുള്ളവരെ സ്നേഹിക്കുക. അപ്പം നിങ്ങൾക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അനുഗ്രഹം വരുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പം കുടുംബം സന്തോഷമായി ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ടാക്കുകയുള്ളൂ. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിരുന്നാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ച് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിരുന്നാലും നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവരോടുള്ള സ്നേഹവും കാര്യങ്ങളും നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങളെ കർമ്മങ്ങൾ ചെയ്യുന്നോ എന്ന് യൂണിവേഴ്സ് നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളെ ചൊല്ലി കരയുന്നുവെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അനുഗ്രഹം സ്റ്റോപ്പാവും. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിന് വേണ്ടി നിങ്ങളെ ഒന്ന് കാണാൻ, നിങ്ങളടുത്തൊന്ന് മിണ്ടാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സൊന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവിടുത്തെ കടം തീർക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കടം ദൈവം തീർത്ത് തരുവുള്ളൂ. നമ്മുടെ മുന്നിലുള്ള ആളിനെ കാണാതെ നമ്മൾ ദൂരത്തോട്ട് നോക്കി നടന്നിട്ട് കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആ പിക്ചർ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എത്രയൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിലും ആകാശത്ത് ഒരു വയലറ്റ് കളറിൽ ആകാശത്ത് ഒരു ചന്ദ്രൻ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം എന്തായിരുന്നാലും നിങ്ങളുടെ പിറകിലായിട്ട് ആരോ വേദനിച്ചു, നിങ്ങളിൽ തന്നെ ഉള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമയത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ വിഷമിക്കുന്നുണ്ട്. അത് കാണാതെ നിങ്ങളുടെ പേഴ്സണെ ഓർത്തിട്ട് എന്നോട് മിണ്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ കിട്ടാത്ത സ്നേഹത്തിന്, നിങ്ങളെക്കുറിച്ച് ഓർക്കാത്ത സ്നേഹത്തിന് പിറകെ നിങ്ങൾ പോകുന്നു എന്നുള്ളതിനുള്ള മെസ്സേജാണത്. നിങ്ങൾ എത്രയൊക്കെ വിചാരിച്ചിരുന്നാലും ആ ഒരു ചന്ദ്രൻ അവിടെ നിൽക്കുകയാണ്. അപ്പം നിങ്ങളിലുള്ള ഒരു വ്യക്തി വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തീർക്കേണ്ടത് നിങ്ങളിലുള്ള കുറവ് മാറ്റുക. ആ ഒരു വിഷമം നിങ്ങൾ തീർത്ത് അവിടെ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലും വഴികൾ തുറന്നു വരും. ഇതാണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. അടുത്തത് 9 ഓഫ് കപ്പാണ്. ഇപ്പോൾ കിട്ടിയ 3 ഓഫ് കപ്പിൻ്റെ അതേ ഇത് തന്നെയാണ് നിങ്ങൾക്ക്, അതിൻ്റെ ഇതേ മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളിതൊക്കെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഓർത്തിട്ട്, വീട്ടിൽ തന്നെ ആകണമെന്നില്ല, മറ്റെവിടെയെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുമ്പം ലവ് പാർട്ട്ണർ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമ്മളോട് കൂടെ ചേർന്ന് വരുന്ന എല്ലാ വ്യക്തികളും നമുക്ക് പാർട്ട്ണർ തന്നെയാണ്. അപ്പം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ്. ഇത് നിങ്ങളുടെ സമയമാകും. 9 ഓഫ് കപ്പാണ്, പോസിറ്റീവ് കാർഡാണ്. ഇത് നിങ്ങളുടെ സമയമാവും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സമയം വരും. യൂണിവേഴ്സ് തരുന്ന ഒരു കണ്ടിന്യൂറ്റി കണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ഈ ഒരു മെസ്സേജ് വഴി തരുമ്പോഴത്തേക്ക് നിങ്ങളിൽ വരുന്ന നന്മകളെക്കുറിച്ചും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു മാന്ത്രിക സമയമാണ്.
ഇത് ചുമ്മാ വരുന്ന സമയമല്ല, മാന്ത്രികമായിട്ട് വരുന്ന സമയമാണ്. മാന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുന്നത്, കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സമയമാണ്. എന്താണ് നിങ്ങൾ ചെയ്തതിൻ്റെ ഉത്തരമായിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത മാന്ത്രിക സമയമാണ്. നല്ല ഭാഗ്യം. നിങ്ങളുടെ ലൈഫിൽ മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായി കിട്ടും. പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളിത് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ബാലൻസിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാവുന്നതാണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതില്ലേ, 2 ബാലൻസിൽ വരുന്നു. അത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതെ പോയ ബാലൻസിങ് ആണ്. അത് നിങ്ങളുടെ ലൈഫിലോട്ട് തിരികെ വരുന്നു. നിങ്ങൾക്കൊരു അത്ഭുത ശക്തി, ഒരു ഉന്മേഷം, നിങ്ങൾക്ക് ഒരു ബലം കിട്ടും. നിങ്ങൾ മാനസികമായി തളർന്ന് ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ പരുന്ത് ഭയങ്കര ശക്തിയുള്ള അതാണ്. എത്ര ഉയരത്തിൽ വേണമെങ്കിലും അത് പറന്നു പോകും. അതിൽ നിങ്ങൾ ആ കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പരുന്തിനെ കാണാൻ കഴിയും. നിങ്ങളൊരു പരുന്തിനെ പോലെ ചിറകടിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ഉയർന്നെത്തും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കപ്പിൽ കാണുന്നത് ഒരു പ്രാവിനെയാണ്. പ്രാവെന്ന് പറയുമ്പോഴത്തേക്ക് സമാധാനമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുവരെ ഇല്ലാതിരുന്ന വലിയൊരു സമാധാനത്തിൻ്റെ പ്രാവ് തന്നെ നിങ്ങളിലേക്ക് പറന്നു വരുന്നു എന്ന് പറയുന്നു. പിന്നെയുള്ളത് ഒരു പ്രകാശമാണ്. അത് യൂണിവേഴ്സിൻ്റെ പ്രകാശമാണ്. അത്രയും തേജസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരികയാണ്. ഇതുവരെ അണഞ്ഞു കിടന്നിരുന്ന എല്ലാ പ്രതിസന്ധികളും, നിങ്ങൾ എവിടെയൊക്കെ ചെന്നിരുന്നാലും എല്ലാം അണഞ്ഞു പോയതാണ്. എല്ലാം അടച്ചിട്ട സ്ഥലങ്ങളിലെല്ലാം ഇനി നിങ്ങൾക്ക് പ്രകാശമാണ് പകരാൻ പോകുന്നത്. അത് യൂണിവേഴ്സിൻ്റെ പ്രകാശമാണ്. ആ പിറകിൽ കാണുന്ന കപ്പ് നോക്കിയാൽ അറിയാം. മദർ യൂണിവേഴ്സിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് ഉയരുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു പ്രാവ് പറന്ന് നിങ്ങളുടെ കപ്പിലോട്ട് വരുന്നതായിട്ട് കാണാം. അതൊന്ന് സൂം ചെയ്ത് നോക്കൂ. ആദ്യത്തെ പ്രാവ് നിങ്ങളുടെ കപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ പ്രാവ് പറന്ന് ആ കപ്പിലോട്ട് വന്ന് കയറുകയാണ്. അപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ ഇണക്കിളി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് സമാധാന ദൂതുമായി വരും. സമാധാനവുമായിട്ടാണ് വരുന്നത്. ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് സമാധാനത്തോടെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു മാന്ത്രികമായിട്ടുള്ള ദിവസം, മാന്ത്രികമായിട്ടുള്ള സമയം നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത്. പിന്നെയുള്ളതിൽ ഹാർട്ടാണ്. നിങ്ങളുടെ പ്രണയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങും. ഇതുവരെ എല്ലാവരും വെറുത്തിട്ടത്, നിങ്ങളെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടതും, നിങ്ങളെ ഒരു നല്ലൊരു പാർട്ടിക്ക് പോലും നിങ്ങളെ ആരും കൂട്ടാത്ത, ബാക്കിയുള്ളവരെല്ലാം വിളിക്കുകയും എടുക്കുകയും ചെയ്യും. നിങ്ങളെ മാത്രം ഒഴിവാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഒരു മാറ്റമാണ് വരുന്നത്, ഒരു വലിയ മാറ്റം. പിന്നെ കാണുന്നത് ഹെൽത്തിൻ്റെ കപ്പാണ്. നിങ്ങളുടെ ആരോഗ്യപരമായിട്ടും ഇതുവരെയും എന്തെങ്കിലും മോശങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെയല്ല, ഇനി മുന്നോട്ടുള്ളത് നിങ്ങൾ എത്രയും സ്ട്രോങ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ വിജയത്തിൻ്റെ കൊടി പാറിക്കും. ഇങ്ങനെയുള്ള കപ്പുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതിന് യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിധി, നിങ്ങളുടെ കൺമുമ്പിൽ നിധിയുണ്ട്. ആ നിധിയെ ഒന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പൊടി പിടിച്ച് കിടക്കുന്ന ആ നിധിയെ, ആ വിളക്കിനെ, ആ അത്ഭുത വിളക്കിനെ നിങ്ങളൊന്ന് പുറത്ത് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ വിളക്കിനോടൊപ്പമുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. ആരാണ് ഈ എനർജി, ആർക്കാണെന്നുള്ള കാര്യം അറിയത്തില്ല. അവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു വീട്ടുകാരെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് സറണ്ടർ ആവുക. ഓക്കെ. അപ്പം ആ ഫ്രണ്ടിലിരിക്കുന്ന വിളക്ക് ദൂരത്തൊന്നുമല്ല, നിങ്ങളുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മുമ്പിലാണ് ആ വിളക്കിരിക്കുന്നത്. ആ വിളക്കിൽ നിന്നാണ് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ മൊത്തവും വരുന്നത്. ഓക്കെ. അപ്പോൾ ആ വിളക്കിനെ നിങ്ങൾ വൃത്തിയാക്കി അതിനെ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ നിന്ന് സമാധാനവും അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തും.
അപ്പോൾ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം വരാതിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തടസ്സം നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അവിടെ ഇല്ല. അവിടെ ഇരിക്കുന്ന ഒരു അത്ഭുത വിളക്ക് പൊടി പിടിച്ച് അഴുക്ക് കയറി ഇരിക്കുകയാണ്. അതിനെ ഒന്ന് വൃത്തിയാക്കുക, അതിനെ ഒന്ന് തലോടുക. ഓക്കെ, നിങ്ങളുടെ കൺമുമ്പിലുള്ള സാധനത്തെ കാണാതെ ദൂരെയുള്ളതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 9 ഓഫ് കപ്പ്. അടുത്തത് 2 ഓഫ് കപ്പാണ്. 2 ഓഫ് കപ്പ് പ്രണയമാണ്. പ്രണയം, സ്നേഹം എല്ലാം ഉണ്ട്. 2 മനസ്സുകൾ ഒന്നാകുന്നു, വീണ്ടും ഒന്നിക്കുമ്പോഴത്തേക്ക് അത് റീയൂണിയനാണ്. റീയൂണിയനും ഉണ്ട്, അല്ലാതെയുള്ള പ്രണയങ്ങളും ഉണ്ട്. നിങ്ങൾ എന്തിനെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രണയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനമാണ്. നിങ്ങളിലേക്ക് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രണയം എത്തുകയാണ്. നിങ്ങളെ വെല്ലുവിളിച്ച പല കാര്യങ്ങൾക്കും, നിങ്ങൾ വിളിച്ച വെല്ലുവിളികൾക്കും എല്ലാം തിരശ്ശീല ഇട്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയ സമാധാനം, സന്തോഷം, സ്നേഹം എല്ലാം നിങ്ങൾ കൈമാറുകയാണ്. വീണ്ടും സെയിം എനർജി തന്നെ വരുന്നുണ്ട്. ഈ ഒരു എനർജി എടുക്കുന്ന സമയത്ത് ഞാൻ ഇമോഷണലി തകർന്ന് നല്ല രീതിയിൽ പെയിൻ അനുഭവിച്ചു. ഇതാരുടെ എനർജിയാണ് എന്നെ പിക്ക് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും യൂണിവേഴ്സ് മദർ ഈ ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞ്, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാർഡ് ഒന്ന് സൂം ചെയ്യുക, ഒന്ന് സൂം ചെയ്ത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട് കുറച്ച് ദൂരെയാണ്. ആ ദൂരെയുള്ള വീട്ടിൽ അതിൻ്റെ മേൽക്കൂര ഒന്ന് നോക്കാം. അതിൽ കുറേ ചെടികൾ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. അവിടെ ഒരു പച്ചപ്പില്ല. കാരണം സാധാരണ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതിനൊക്കെ നല്ല പച്ച കളറുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ വീട്ടിന് മുകളിൽ പിടിച്ച് കിടക്കുന്നതിന് പച്ചപ്പില്ല. അതൊന്ന് നരച്ചതാണ്. കാരണം അതിനൊരു ജീവൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത് ജീർണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ വന്നുകൊണ്ടിരുന്ന റീഡിംഗ് എല്ലാം സെയിമായിട്ടാണ് പോകുന്നത്. വീട്ടിലുള്ളവർക്ക് കാരണം സ്നേഹവും കാര്യങ്ങളും ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ കാണുക എന്ന് യൂണിവേഴ്സ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആർക്കോ ഉള്ള എനർജിയാണ് ഇത്. കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാർഡ്സിലും 1-2 കാർഡ്സിൽ മാത്രമേ ഉള്ളൂ മാറിയത്. ബാക്കി എല്ലാ കാർഡ്സിലും ഇത് തന്നെയാണ് വന്നിരുന്നത്. കാട് പിടിച്ച അവസ്ഥ. ഇതിപ്പം കേൾക്കുന്നവരെല്ലാവരും വിചാരിക്കുന്നത് അയ്യോ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല നെഗറ്റീവ് പറയുന്നൊന്നും വിചാരിക്കരുത്. ഈ എനർജി എന്തായാലും ഇങ്ങനെ ഒരു വ്യക്തി ആ വീടിനുള്ളിലോ അല്ലെങ്കിൽ ഏതോ പേരൻസ് അല്ലെങ്കിൽ മറ്റാരോ, പേരൻസ് തന്നെ ആകണമെന്നില്ല, ചിലപ്പം പാർട്ട്ണർ ആവാം, ഏതെങ്കിലും വൈഫാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹസ്ബൻഡാകാം, മക്കളാകാം. ഏതോ ഒരു നല്ല രീതിയിൽ അവർ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ആ വേദനയാണ് യൂണിവേഴ്സ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥന അവിടെ ചെല്ലുന്നു, പക്ഷെ തടസ്സമായി നിൽക്കുന്നത് എന്താണെന്നുള്ള കാര്യത്തിൽ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങളിലേക്കൊന്ന് നോക്കൂ, അവനവനിലേക്കൊന്ന് നോക്കൂ. ആദ്യത്തത് തന്നെയും അത് തന്നെയാണ്. അവനവനിലേക്കൊന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തേൽ വന്ന മെസ്സേജ് തന്നെ. ഇത് നെഗറ്റീവ് മെസ്സേജ് അല്ല, പോസിറ്റീവ് മെസ്സേജാണ്. ഇങ്ങനെ ഉള്ളവർ കാണും. നിങ്ങളെല്ലാവരും അങ്ങനെയൊന്നല്ല പറയുന്നത്. ഉള്ളവർ അത് നേരെയാക്കുക. എന്നാൽ നിങ്ങൾക്ക് വരാവുന്നത് 9 ഓഫ് കപ്പാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തിന് എന്തെങ്കിലും തടസ്സമായിട്ടുണ്ടെങ്കിൽ ആ തടസ്സത്തെ നിങ്ങൾ ആദ്യം മാറ്റുക. എന്നിട്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ആ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു മാലാഖ കുഞ്ഞവിടെ വന്ന് നിൽപ്പുണ്ട്. അത് നിങ്ങളെ അനുഗ്രഹിക്കാൻ, ഈ കപ്പ് തന്ന ആളിനെ അനുഗ്രഹിക്കാൻ വന്നതല്ല. അതിൻ്റെ കയ്യിലൊരു അമ്പും വില്ലുമാണ് ഉള്ളത്. ആ മാലാഖ കുഞ്ഞിൻ്റെ മുകളിലായിട്ട് ഒരു ചന്ദ്രനെ കാണാം. ഒരു പാതി മങ്ങിയ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാലാഖ കുഞ്ഞ് വിഷമത്തോടെയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് വിഷമത്തിലാണ്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും
അല്ലെങ്കിൽ നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 വ്യക്തികൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവർ കപ്പുകൾ പങ്കുവയ്ക്കുന്നുണ്ട്, സ്നേഹങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ വന്നു നിൽക്കുന്ന മാലാഖയും സന്തോഷത്തിലല്ല, മാലാഖ കുഞ്ഞ് സന്തോഷത്തിലല്ല, ആ വീടും സന്തോഷത്തിലല്ല. ആ വീട്ടിനകത്തും പച്ചപ്പില്ല, ഒന്നുമില്ല, കാട് കയറി കിടക്കുന്നു. അവിടെ സന്തോഷമില്ല, അവിടെയുള്ള വ്യക്തികളെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നില്ല, അവരെ കാണുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ടാണ് മാലാഖ കുഞ്ഞ് മുകളിൽ വന്ന് നിങ്ങളോട് ഈ മെസ്സേജ് അറിയിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരുന്നു, നിങ്ങൾ ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു വാർണിംഗും കൂടിയാണ്. നിങ്ങളുടെ സന്തോഷം അമ്പും വില്ലും കയ്യിലിരുന്നിട്ട് യൂണിവേഴ്സ് നിൽപ്പുണ്ട്. ഒരു വാർണിംഗ് ആണ്. നിങ്ങളുടെ സന്തോഷം, അവിടെ വീട് അത്രയും അവിടെ ഒരു വിഷമത്തിലാണ് എന്നുള്ളത് വാർണിംഗ് തരെയാണ്. അടുത്ത കാർഡ് റിലീസ് എന്നാണ് വന്നിരിക്കുന്നത്. റിലീസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ്, പുതിയ അവസരമാണ് നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. നിങ്ങളെ തടഞ്ഞു നിർത്തിയത് എന്ത് തന്നെ ആയിരുന്നാലും അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. എല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോവുകയാണ്. നിങ്ങൾ ആത്മീയമായും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലും ഒക്കെ നിങ്ങൾക്ക് ഉയർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് വിശ്വാസങ്ങളിലേക്കൊക്കെ, മദർ യൂണിവേഴ്സിലൊക്കെ വിശ്വാസത്തിലേക്കൊക്കെ നിങ്ങൾ ഒരുപാട് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾ പുതിയ തുടക്കത്തിലോട്ട് കടക്കാൻ പോവുകയാണ്. ഒരുപോലെയുള്ള 2 കെട്ടിടങ്ങൾ പുറകിലായിട്ട് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ ബാലൻസിങ്, നിങ്ങൾ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബാലൻസിങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ സൗഹൃദത്തിൻ്റെ കാര്യങ്ങളിലായാലും ശരി, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും ശരി തന്നെ ബാലൻസ് ഇല്ലാതിരുന്ന, കുടുംബം താളം തെറ്റിയിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇനി ബാലൻസിൽ വരികയാണെന്നാണ്. ആ പുറകിൽ കാണുന്ന 2 ബിൽഡിങ്ങുകൾ കുടുംബ ഭദ്രതയാണ് കാണിക്കുന്നത്. ബിൽഡിങ് വീട് പോലെയല്ലേ കാണുന്നത്. അപ്പോൾ അത് കുടുംബ ഭദ്രതയാണ് കാണിക്കുന്നത്. പിന്നെ അതൊരു കമ്പനിയായിട്ട് നമുക്ക് കരുതാം. അപ്പം സാമ്പത്തിക ഭദ്രതയും അതിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞു തീരുന്നില്ല. ഇത് ഇൻഡ്യൂഷനിൽ പറഞ്ഞതാണ് സാമ്പത്തിക ഭദ്രത. അത് കഴിഞ്ഞ ഉടനെ വന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളെ സമ്പത്തിൻ്റെ പ്രഭു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് എല്ലാം ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ സമാധാനവും ശാന്തിയും ഒക്കെ തന്നെയാണ്. എല്ലാ സന്തോഷവും ഒരു ദൈവദൂതനും ഒക്കെ നിങ്ങൾക്ക് എല്ലാ സന്തോഷവും തരുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ നോക്കുക, മുകളിൽ ഒരു ഏഞ്ചലിൻ്റെ ആ ഒരു ക്ലൗഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏഞ്ചൽ ചിറക് വിരിച്ച് നിൽക്കുന്ന ഒരു ഏഞ്ചലാണ്. നിങ്ങൾക്ക് ആ ക്ലൗഡിനെ കാണുമ്പോൾ മനസ്സിലാവും. ഒരു മൂണുണ്ട്. ആ മൂണ്, ഒരു നേരിയ മൂണ് ആ ഏഞ്ചലിൻ്റെ തലയെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ, മദർ യൂണിവേഴ്സ് ഏഞ്ചൽ വിഷമത്തിലാണ്, മാനസികമായും വിഷമത്തിലാണ്, നിങ്ങളുടെ കാര്യത്തിൽ വിഷമത്തിലാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും തരണമെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ തടസ്സമുണ്ട്. ആ തടസ്സം എന്താണെന്ന്, നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സമാണ്. അതെന്താണെന്ന് നിങ്ങളാണ് മാറ്റേണ്ടത്. അത് ഒരിക്കലും യൂണിവേഴ്സിന് മാറ്റാൻ പറ്റത്തില്ല. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കല്ല് അത് മാറ്റേണ്ടത് നിങ്ങളാണ്, അല്ലാതെ യൂണിവേഴ്സ് ഒന്നും മാറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന തെറ്റ് എന്തെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അല്ലാതെ ചുമ്മാ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കാൻ വേണ്ടി യൂണിവേഴ്സ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്ലൗഡിനെ ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചിറക് വിരിച്ച് അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ഒരു മാലാഖയാണ്. ആ മാലാഖയുടെ തലയിൽ ഇങ്ങനെ ചന്ദ്രക്കല തിരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം എന്തായിരുന്നാലും യൂണിവേഴ്സ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് യൂണിവേഴ്സ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ആ തടസ്സത്തെ നിങ്ങൾ നീക്കുക എന്നാണ് യൂണിവേഴ്സ് മെസ്സേജ് തരുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. ഈ ഒരു മെസ്സേജ് ഞാൻ എൻ്റെ ഇൻഡ്യൂഷനിൽ തന്നെ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു കമൻറ്റ് വന്നു, കാലത്തിന് ഉണക്കാൻ കഴിയാത്ത മുറിവില്ല എന്നുള്ളൊരു കമൻറ്റ് പറഞ്ഞപ്പോഴത്തേക്ക്, മെസ്സേജ് ഞാൻ വീഡിയോയിൽ ഇട്ടപ്പോഴത്തേക്ക് അതിനെനിക്കൊരു കമൻറ്റ് വന്നത്,
അതെങ്ങനെയാണ് കാലം കൂടുന്തോറും മുറിവ് കൂടുകയല്ലേ, വേദന കൂടുകയല്ലേ ചെയ്യുന്നതെന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. പക്ഷെ ഇത് ഇപ്പോഴും ഈ ഒരു കാർഡിൽ പറഞ്ഞിരിക്കുന്നത് കാലം ഉണക്കാത്ത മുറിവില്ല, കാലം ഉണക്കാത്ത മുറിവില്ല. നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് യൂണിവേഴ്സ് മാറ്റുമെന്നാണ്. കാലത്തിന് ഉണക്കാൻ കഴിയാത്തതായ ഒരു മുറിവും ഇല്ല. കാലത്തിന് ഉണക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു മുറിവും ഇല്ലെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് മദർ. നിങ്ങളുടെ ഭൂതകാലത്തെ നിങ്ങൾ വിടുക, ഇനി ഭൂതകാലത്തെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വെല്ലുവിളികളെ അതൊരു ശക്തിയായിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള വെല്ലുവിളികളെ എടുത്ത് നിങ്ങൾ പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു ഗ്രോത്ത് യൂണിവേഴ്സിൻ്റെ കൃപയാൽ തന്നെ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഭൂതകാലത്തെ മറക്കാൻ ശ്രമിക്കുക എന്നല്ല, മറക്കുക. ഉറച്ച വാക്കാണ് മറക്കുക എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും, ആ സംഭവം ക്ലിയർ ആകുകയാണ്, വെളിച്ചത്ത് വരികയാണ്. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആകാൻ പോകുകയാണ്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് ക്ലിയർ ആവാൻ പോകുകയാണ്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തേർഡ് പാർട്ടി ആയിട്ടുള്ള 3 വാളുകൾ, 3 സോഡ് അവിടെ സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വിൻഡോയ്ക്ക് അപ്പുറം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നതായിട്ട്, പുറത്ത് മഴ പെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായി കാണാം. അപ്പം അത് യൂണിവേഴ്സിൻ്റെ സ്നേഹമാണ്. യൂണിവേഴ്സിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്, നിങ്ങളുടെ അനുഗ്രഹത്തിലേക്ക് വരുന്നു. പിന്നെ കാണാം നിങ്ങളുടെ തലയ്ക്ക് ചുറ്റുമായിട്ട് ഒരു വെള്ള കളറ്, നിങ്ങളുടെ ഓറ പവർ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഓറ പവർ മെഡിറ്റേഷൻ വഴിയാണ് വർദ്ധിക്കുന്നത്. നിങ്ങളുടെ ഓറ പവർ വർദ്ധിപ്പിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന റീഡിംഗ് ആണിത്. ഇപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ 75% ആൾക്കാർ വരെ കാണുന്നുണ്ട്. ദയവേത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ഗ്രാഫ് താഴ്ന്നു വരുമ്പോൾ എനിക്ക് എൻ്റെ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല, അല്ലെങ്കിൽ വീഡിയോസ് അത്ര പോരാ എന്നാണ് തോന്നുന്നത്. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഗ്രാഫ് കാണിക്കുന്നത് ഡൗൺ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേരും പുതിയതായിട്ട് ആരും കാണുന്നത് പോലും ഇല്ല. പെട്ടെന്ന് റീച്ച് ആയിക്കൊണ്ടിരുന്നത് ഇപ്പം അതിന് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അത് യൂണിവേഴ്സ് എല്ലാം അനുഗ്രഹമാക്കി തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളിലൂടെ സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കുക. ബാക്കി എൻ്റെ യൂണിവേഴ്സ് മദർ ചെയ്തോളും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സ്പെഷ്യലായിട്ടുള്ളത് ഒരു കമൻറ്റ് വന്നിരുന്ന ഷീജ സുധീഷ്. പക്ഷേ കമൻ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവർ ഡിലീറ്റാക്കി പോയി. ഞാനത് അതിൻ്റെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഡിലീറ്റ് ചെയ്ത് പോയത്. അവർ ചോദിച്ചത് അവരുടെ ഡി എമ്മിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഞാൻ സ്പെഷ്യലി ഞാൻ ആർക്കും അങ്ങനെ റീഡ് ചെയ്യത്തില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നുള്ള അറിവുകളൊന്നും നല്ല രീതിയിൽ വന്നിട്ടില്ല. പിന്നെ ഇപ്പം ഈ പറയുന്ന കാർഡ് തന്നെ ഞാൻ ആദ്യമായിട്ട് ഇന്ന് എനിക്ക് ആ കാർഡ് വന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ടാരോ കാർഡ് പോലെ അല്ല, ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കി പഠിച്ച് അതിൻ്റെ എല്ലാ സിമ്പലുകളും പഠിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് അത് പറയാൻ പറ്റുള്ളൂ. ആ കാർഡിൽ ഇനിയും പറയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കുള്ള ചെറിയ അറിവിൽ കൂടിയാണ് നിങ്ങൾക്കിത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി ചോദിച്ചിരുന്ന അതിൻ്റെ ഡി എമ്മിനെ കുറിച്ചായിരുന്നു. അപ്പം എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ നോക്കി, അതിലെനിക്ക് മനസ്സിലായത് പേഴ്സണൽ റീഡിങ് ഞാൻ എടുക്കുന്നതല്ല, എങ്കിലും ജസ്റ്റ് ഇതൊന്ന് നോക്കിയതാണ്. ഇത് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നതും
നിങ്ങളോട് മാപ്പ് പറഞ്ഞതുമായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്, നിങ്ങളുടെ DM. നിങ്ങളെ ഫോളോ ചെയ്യുന്നതും എന്തെങ്കിലും ഒരു അധികാര പദവിയിൽ ഇരിക്കുന്നവരുമായിട്ടുള്ള ആളായിരിക്കും. എന്തെങ്കിലും വലിയ അധികാരമോ ചെറിയ അധികാരമോ വരാം. എന്തോ ഒരു അധികാരത്തിലിരിക്കുന്ന വ്യക്തിയുമാകാം. ഒരു സ്ട്രോങ് സ്പിരിച്വൽ പേഴ്സൺ ആണ്. ദൈവികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. നമ്പർ വന്നിട്ടുള്ളത് 341. മാർച്ച്, ഏപ്രിൽ, ജനുവരി. ലിബ്രയാണ് വന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ എടുത്തില്ല, 2-3 കാർഡ് മാത്രമേ എടുത്തോളൂ. കാരണം പേഴ്സണൽ റീഡിങ് എനിക്ക് അത്ര കോൺഫിഡൻസ് ആയിട്ടില്ല. ജസ്റ്റ് ഞാനെന്തൊന്ന് നോക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിന് മുന്നേ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പേഴ്സണൽ റീഡിങ് നോക്കുന്നെങ്കിൽ പറയണമെന്ന് പറഞ്ഞ്. ഞാൻ നമ്പർ ചോദിച്ചു, പക്ഷേ പിന്നീട് ആ മെസ്സേജ് പുള്ളി കണ്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എങ്കിലും ഞാൻ പേഴ്സണൽ റീഡിംഗ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്ക് അത് ഓക്കെ ആണെന്നെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പേഴ്സണൽ റീഡിങ് ചെയ്യാമെന്നുള്ളതാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ ആളല്ല. നല്ല രീതിയിൽ പഠിച്ച് ഇതൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഷീജ എന്നുള്ള വ്യക്തിക്ക്, ഷീജ സുധീഷ് എന്നുള്ള വ്യക്തി ഇത് ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഏറ്റവും നല്ല അറിവുള്ള ആരുടെടുത്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.